प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മേരിക്കുട്ടി ടീച്ചർ. ഇന്ന് എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ GFR ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠവുമായിട്ടാണ്. ഒരു കഥയാണ്, കഹാനി ചട്പട്ട് ഓർ നട്ട്കട്ട്. ഇതാണ് കഥയുടെ പേര്. GFR എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് ജീവിക്കുക, ഇഷ്ടമുള്ളതുപോലെ ആടിപ്പാടി ആർത്തുല്ലസിച്ച് ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കുട്ടികളായിരിക്കുന്ന നിങ്ങൾ കേവലം പാഠപുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, പാഠപുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിതമാണ് നയിക്കേണ്ടത് എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു കഥ വഴി ലേഖകൻ നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ആദ്യം തന്നെ കബീർദാസിന്റെ ഒരു ദോഹയാണ് കൊടുത്തിരിക്കുന്നത്. കബീർദാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് കാണും. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ ഒരു കവിയായിരുന്നു. അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരാളായിരുന്നു. യാത്രകളിലൂടെ നേടിയ അറിവ് ഉപയോഗിച്ച് വലിയ വലിയ കവിതാ സമാഹാരങ്ങൾ എഴുതിയ വ്യക്തിയും കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വരിയാണ്, ദോഹയാണ് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഞാനതൊന്ന് വായിച്ച് ആശയം പറയാം. പോത്തി പട്ടി പടി ജഗുമുവ പണ്ഡിത് ഭയാന കോയ്, തായി ആഖര് പ്രേം കാ പടേ സോ പണ്ഡിത് ഹോയ്. അദ്ദേഹം പറയുന്നു, പോത്തി പടി പടി ജഗുമുവ. പോത്തി എന്ന് പറഞ്ഞാൽ പുസ്തകം, ഗ്രന്ഥം എന്നാണ്. ജഗ് ലോകം, മൂവ എന്ന് പറഞ്ഞാൽ മർഗയി. പോത്തി പഠ്കർ ജഗുത്തോ മർഗയി എന്ന് പറഞ്ഞാൽ പുസ്തകം പഠിച്ച് ലോകം മരിച്ച അവസ്ഥയിലായി, അല്ലെങ്കിൽ മരിച്ചു. പണ്ഡിത് ഭയാന കോയി, പക്ഷേ ആരും പണ്ഡിതനായി തീർന്നില്ല. കോയി എന്ന് പറഞ്ഞാൽ ആരും എന്നാണ്. ടായി ആഖർ പ്രേം കാ പടേ സോ പണ്ഡിത് ഹോയ്. എന്നാൽ പുസ്തകം പഠിക്കുന്നതിന് പകരം പ്രേം എന്ന് പറയുന്ന വാക്കിന്റെ 2 അക്ഷരം പഠിച്ചത് ആരാണോ പണ്ഡിത് ഹോയ്, അയാളാണ് പണ്ഡിതൻ ആയിത്തീർന്നത്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ പഠിച്ചവരാണ് പുസ്തകം പഠിച്ചവരെക്കാൾ കൂടുതലായി പണ്ഡിതന്മാരായി തീർന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹത്തിന്റെ, പരസ്പരം സ്നേഹത്തോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് കവി ഈ വരികളിലൂടെ, ഈ ദോഹയിലൂടെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ടൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. ആഖർ അക്ഷരം. പ്രേം എന്ന വാക്കിന് 2 അക്ഷരമാണുള്ളത്. അപ്പൊ ഈ 2 അക്ഷരമുള്ള പ്രേം എന്ന ഈ വാക്ക്, അതിന്റെ യഥാർത്ഥ അർത്ഥം ആർക്കാണോ അറിയാവുന്നത്, ആരാണോ പഠിച്ചിട്ടുള്ളത്, അവരാണ് പുസ്തകം പഠിക്കുന്നവരെക്കാൾ കൂടുതൽ ജ്ഞാനിയായിട്ടുള്ളവർ എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. കഹാനി ചട്പട്ട് ഓർ നട്ട്കട്ട്. ഈ 2 വാക്ക് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ചട്പട്ട് എന്ന് പറഞ്ഞാൽ വേഗം, ധൃതി എന്നൊക്കെയാണ്. നട്ട്കട്ട് എന്ന് പറഞ്ഞാൽ കുസൃതി. ഇവിടെ 2 കുട്ടികളുടെ കഥയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജ്യേഷ്ഠാനുജന്മാരാണ്. മൂത്തയാളുടെ പേരാണ് ചട്പട്ട്, ഇളയാള് നട്ട്കട്ട്. അതായത് ഒരാളെ കഥാകാരൻ വേഗമെന്നും മറ്റേയാളെ കുസൃതി എന്നും വിളിക്കുന്നു. മൂത്തയാളാണ് വേഗം, ചട്പട്ട്. മൂത്തയാള് നട്ട്കട്ട്, കുസൃതി ഇളയാളും. നമുക്ക് ഈ കഥ എഴുതിയ കഥാകാരനെ കുറിച്ച് അല്പം ഒന്ന് മനസ്സിലാക്കാം. രമേശ് ഉപാധ്യായ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജനിച്ചത് ജന്മ
1 മാർച്ച് 1942 1942 മാർച്ച് 1 തീയതിയാണ് ജനിച്ചത്. മൃത്യു 24 അപ്രിൽ 2021 2021 ഏപ്രിൽ 24 തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത്. രമേശ് ഉപാധ്യായ का जन्म उत्तर प्रदेश में हुआ. ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. वे कहानी, उपन्यास, नाटक, नुक्कड़ नाटक, आलोचना आदि विधाओं में सक्रिय रहे. അദ്ദേഹം കഥകള്, നാടകങ്ങള്, വിമർശന സാഹിത്യം ഈ മേഖലകളിലെല്ലാം വളരെ സക്രിയമായിട്ട് ലേഖനങ്ങൾ അല്ലെങ്കിൽ രചനകൾ നടത്തിയിരുന്ന ആളാണ്. ദണ്ഡദ്വീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ് ഇതിഹാസ് ആദി ഉൻകി പ്രമുഖ രചനായൻ ഹെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളുടെ പേരാണ് ദണ്ഡദ്വീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ് ഇതിഹാസ് എന്നിവ. വേ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാരത്തെ സമ്മാനിത ഹെ. അദ്ദേഹത്തിന് ഒരു അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതാണ് ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ. ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കഥയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് വാക്കുകളുടെ അർത്ഥം, വാക്കുകളൊന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊന്ന് വായിച്ചു തരാം. അതിനുശേഷം കഥയിലേക്ക് വരാം. പോഖർ, താലാബ്. ഞാനിതിന്റെ മലയാളം അർത്ഥം കൂടെ പറഞ്ഞാണ് പോകുന്നത്. മലയാളാർത്ഥം ഇവിടെ ഇല്ലാത്ത വാക്കുകൾക്ക് അത് പറയുന്നുണ്ട്, നിങ്ങൾക്കത് കുറിച്ചെടുക്കാവുന്നതാണ്. പോഖർ, താലാബ്, കുളം. ബർഗദ്, വടവൃക്ഷ്, അരയാൽ. ബാഗ്, ബഗീച്ച, തോട്ടം. നാല, ചോട്ട ജൽപ്രവാഹ്. തോട്, ഹിദായത്, നിർദ്ദേശം. ഇന്തസാർ കർണ, പ്രതീക്ഷ കർണ, പ്രതീക്ഷിക്കുക. ദേരി, വിളമ്പ്, താമസം. പരേശാൻ, വ്യാകുൽ, ബുദ്ധിമുട്ട്. ശിക്കായത്, പരാതി. ചുഞ്ചലാന, ക്രോധ് ഏവം വ്യഥാസെ ബോൽന. ദേഷ്യവും സങ്കടവും കലർന്ന് സംസാരിക്കുക, അതായത് പിണങ്ങുക. ബതക്, താറാവ്. ജഡ്, വേര്. ഝൂൽന, ആടുക. ഹുസ്ന, പ്രവേശ് കർണ, പ്രവേശിക്കുക. ചലാങ്ക് മാർന, കുതിച്ചു ചാടുക. പുൽ, പാലം. മുണ്ടേർ, മുണ്ടേര, കൈവരി. ടിക്ന, ഠഹർന, തങ്ങുക, താമസിക്കുക. നിഹാർന, ഗൗർസെ ദേഖന, നോക്കുക. ഹദ് കർലേന, ഹദ് കർദേന, പരിധി ലംഘിക്കുക. बस्ता, पुस्तक रखने की थैली, स्कूल बैग. कागज की नाव, കടലാസ് തോണി. താലി ബജാന, കൈയടിക്കുക. ഘബരാന, പരിഭ്രമിക്കുക. ഗുസ്സ, കോപ്, ദേഷ്യം. ചൗങ്കന, ചകിത് ഹോന, പരിഭ്രമിക്കുക, ഞെട്ടുക. അചാനക്, സഹസ, പെട്ടെന്ന്. പാവ് ഫിസൽന, പയർ ഫിസൽന, കാല് തെന്നുക. ബഹാവ്, പ്രവാഹ്, ഒഴുക്ക്. ഝട്ട്, തുരന്ത്, പെട്ടെന്ന്. നക്കൽ കർണ, അനുകരൺ കർണ, അനുകരിക്കുക. ദൗഡ് ലഗാന, തേസിസെ ഭാഗന, പെട്ടെന്ന് ഓടുക. താങ്കിന, ലട്കാന, തൂക്കിയിടുക. അന്താസ, ഹാവ് ഭാവ്, മട്ട് എന്ന് പറഞ്ഞാൽ ഭാവം. മൂസം, കാലം, കാലാവസ്ഥ എന്നും പറയും. ചക്കീലി, ചമക്കീലി, തിളങ്ങുന്ന. ധൂ, വെയിൽ. സൂഖ്ന, ഉണങ്ങുക. ഹാഫ്ന, കിതയ്ക്കുക. വാക്കയി, വാസ്തവമേ. തിർച്ചെ ഹോക്കർ, വളഞ്ഞ്. ഗിട്ടി, പത്തർ കാ ചോട്ടാ ടുക്കട, ചെറിയ കല്ലിൻ കഷ്ണം. ഗുഡുപ് ഹോജാന, അപ്രത്യക്ഷ ഹോജാന, അപ്രത്യക്ഷമാവുക. ഗിട്ടി പൈരാന, പാനീമേം പത്തർ ഉച്ചാലന, വെള്ളത്തിൽ കല്ല് ഓളങ്ങൾ ഉണ്ടാകുന്നത് പോലെ എറിയുക. ഭാരി, കനമുള്ള. കുർദുരി, പരിവരുത്ത. ധ്യാൻ ബെഡിന, ധ്യാൻ ഹഡ്ജാന, ശ്രദ്ധ മാറിപ്പോവുക. ഇത്രയാണ് വാക്കുകൾ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഛട്ട്പട്ട് ഓർ നട്ട്ഖട്ട്, വേഗവും കുസൃതിയും. एक था छटपट, एक था नटखट. छटपट बड़ा था, नटखट छोटा. बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा. दोनों स्कूल में पढ़ते थे. छटपट 5वीं में, नटखट 3री में. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते.
ഞാൻ മലയാളത്തിലാണ് ആശയം പറഞ്ഞു തരുന്നത്. ഏക് ഥാ ചട്പട്ട് ഏക് ഥാ നട്ഖട്ട്. രണ്ട് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഒരാള് ചട്പട്ട്, മറ്റേയാള് നട്ഖട്ട്. അതായത് ഒരാളുടെ പേര് വേഗമെന്നും മറ്റേയാളുടെ പേര് കുസൃതി എന്നുമാണ് കഥാകാരൻ ഇട്ടിരിക്കുന്നത്. വേഗവും കുസൃതിയും. ചട്പട്ട് ബഡാ ഥാ നട്ഖട്ട് ഛോട്ട. ചട്പട്ട് മൂത്തയാളായിരുന്നു, നട്ഖട്ട് ഇളയാളായിരുന്നു. ബിഡാ കേവൽ 2 സാൽ ബഡാ ഥാ. മൂത്തയാള് വെറും 2 വയസ്സിന് മാത്രം മൂപ്പുണ്ടായിരുന്നയാളാണ്. ചോട്ട കേവൽ 2 സാൽ ചോട്ട. ഇളയാള് വെറും 2 വയസ്സിന് മാത്രം ഇളയതാണ്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വെറും 2 വയസ്സ് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ദോനോ സ്കൂൾ മേം പഠിത്തേ थे. രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ചട്പട്ട് 5वीं में നട്ഖട്ട് 3री में. ചട്പട്ട് 5ാം ക്ലാസ്സിലും നട്ഖട്ട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. വീട്ടിൽ നിന്ന് 2 സഹോദരങ്ങളും ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്, അതുപോലെ ഒരുമിച്ച് തന്നെയാണ് തിരികെ വീട്ടിലേക്ക് വരുന്നതും. वे एक गांव में रहते थे. स्कूल उनके गांव में नहीं, दूर दूसरे गांव में था. वहां तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था. जाते समय रास्ते में उन्हें कई चीजें मिलती थी. पोखर, बरगद, खेत, बाग, नाला और नदी. वापस आने पर भी रास्ते में उन्हें कई चीजें मिलती थी. नदी, नाला, बाग, खेत, बरगद और पोखर. ഇനി ഇവരുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുള്ള കാര്യങ്ങൾ പറയാണ്. വേ എക് ഗാവ് മേം രഹത്തെ थे. രണ്ടുപേരും ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേം നഹി, ദൂർ ദൂസരെ ഗാവ് മേം ഥാ. നമ്മുടെ ഇവിടുത്തതുപോലെ അല്ലെങ്കിൽ പണ്ടൊക്കെ ഗ്രാമങ്ങളില് സ്കൂളുകൾ കുറവായിരുന്നു. ഗ്രാമങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ പ്രൈമറി വിദ്യാഭ്യാസം കഴിയുമ്പോൾ പുറത്തുപോയി പട്ടണങ്ങളിൽ പോയി പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ ഉള്ള സ്കൂളുകളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയായിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴാണ് എല്ലാ ഗ്രാമങ്ങളിലും ഒക്കെ സ്കൂളുള്ളത്. ഇവർക്കും ഇവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലായിരുന്നു. സ്കൂൾ ഉൻകെ ഗാവ്മേൻ നഹീർ. അവരുടെ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. ദൂർ ദൂസരെ ഗാവ്മേൻ ഥ. വളരെ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. വഹാൻ തക് പൈദൽ ജാന പഡ്താ ഥ. പണ്ടത്തെ കാലത്തെ ഒരു പ്രത്യേകത എന്താണ്? ഇന്നത്തെ പോലെ സ്കൂൾ ബസ് അല്ലെങ്കിൽ ലൈൻ ബസ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലേ. കുട്ടികൾ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പൈദൽ ജാന പഡ്താ ഥ. കാൽനടയായിട്ടാണ് അവർക്ക് പോകേണ്ടിയിരുന്നത്. അവർ പൈദൽ ഹി വാപ്പസ് ആന പഡ്താ ഥ. അതുപോലെ കാൽനടയായിട്ടാണ് തിരികെ വന്നിരുന്നത്. അപ്പൊ ഒന്ന് ഓർമ്മ വയ്ക്കാൻ, രാവിലെ സ്കൂളില് 10 മണിയാകുമ്പം ക്ലാസ് തുടങ്ങണമെങ്കിൽ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുപോലെ വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടാല് അവര് താമസിച്ചാണ് വീട്ടിലെത്തുന്നതും അല്ലെ. അപ്പൊ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും നടന്നാണ് അവര് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. ജാത്തെ സമയം രാസ്തമേ ഉനെ കൈ ചീസേ മിൽത്തി. പക്ഷെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറുന്നു, നേരെ സ്കൂളിൽ ചെല്ലുന്നു, തിരികെ വീട്ടിലേക്ക് വരുന്നു, വീട്ടിലിറങ്ങുന്നു അല്ലെ. അപ്പൊ അവർക്ക് വഴിയിലുള്ള വസ്തുക്കളുമായിട്ടൊന്നും വലിയ പരിചയമില്ല. കാണാം എന്നുള്ളതല്ലാതെ അവയൊന്നും അടുത്തറിയാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ പണ്ട് കാലത്തുള്ള കുട്ടികൾ അങ്ങനെയല്ലായിരുന്നു. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് അവർക്ക് വഴിയിലുള്ള എല്ലാ സാധനങ്ങളുമായിട്ടും പരിചയമുണ്ടായിരുന്നു. ഇവർക്ക് എന്തൊക്കെയായിട്ടാണ് ആ പരിചയം ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. യാത്ര സമയം രാസ്തമേ ഉനേം കൈ ചീസേ മിൽത്തി. പോകുന്ന വഴിക്ക് വഴിയിൽ അവർക്ക് പല സാധനങ്ങളും കിട്ടാറുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? പോഖർ, ബർഗദ്, ഖേത്ത്. പോഖർ എന്ന് പറഞ്ഞാൽ കുളമാണ്. കുളങ്ങൾ കാണാമായിരുന്നു, ആൽമരങ്ങൾ കാണാമായിരുന്നു, വയലുകൾ കാണാമായിരുന്നു. ബാഗ്, നാല ഓർ നദി. പലതരം തോട്ടങ്ങൾ അല്ലെ. നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ റബ്ബർ തോട്ടം അല്ലെങ്കിൽ ഏലത്തോട്ടം, കാപ്പിത്തോട്ടം, ഇങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ പോകുന്ന വഴിക്ക് അവർക്ക് കാണാമായിരുന്നു. അതുപോലെ നാല, പോകുന്ന വഴിക്ക് ചില തോടുകളൊക്കെ കാണാമായിരുന്നു. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ തോടല്ല, നദി തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നദികളൊക്കെ കാണാമായിരുന്നു. വാപ്പസ് ആനെ പർഫി രാസ്തമേ ഉനേം കൈ ചീസേ മിൽത്തി. തിരികെ വരുമ്പോഴും ഈ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ അവർക്ക് ലഭ്യമായിരുന്നു. വാപ്പസ് ആനെ പർഫി രാസ്തമേ ഉനേം കൈ ചീസേ മിൽത്തി. തിരികെ വരുമ്പോഴും വഴിയിൽ അവർക്ക് പല സാധനങ്ങളും കിട്ടാറുണ്ടായിരുന്നു. എന്തൊക്കെയാണത്? നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് ഔർ പോഖർ അല്ലെ. അതായത് നദികള്, തോടുകള്, തോട്ടങ്ങള്, വയലുകള്, ആൽമരങ്ങള് അല്ലെങ്കിൽ കുളങ്ങളൊക്കെ അവർക്ക് കാണാമായിരുന്നു. ചട്പട്ട് തേജ് തേജ് ചൽത്താ था, नटखट धीरे धीरे. चटपट बरगद तक पहुंच जाता, तब तक नटखट पोखर तक ही पहुंच होता. चटपट बाग तक पहुंच जाता, तब तक नटखट खेत तक ही पहुंच होता.
छटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंच होता। मां की हिदायत थी कि छटपट को छोटे भाई का ध्यान रखना है, नटखट को अपने साथ ही रखना है। ഇതാണ് രണ്ട് കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം. ഒരാള് വേഗത്തിന്റെ ആളാണ് അല്ലെ, മറ്റേ ആളാണ് കുസൃതി. അപ്പം വേഗം എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യും അല്ലെ. പക്ഷെ കുസൃതി ആയിട്ടുള്ള ആള് അങ്ങനെ ചെയ്യില്ല. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. പക്ഷെ വേഗം മൂത്തയാളാണ്. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് നിർദ്ദേശമുണ്ട് അനിയനെ ശ്രദ്ധിക്കണമെന്ന്. എന്താണ് ഈ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നോക്കാം. ഛട്ട്പട്ട് തേജ് തേജ് ചൽതാ ഥ. പേര് പോലെ തന്നെ ഛട്ട്പട്ട് വളരെ സ്പീഡിൽ നടക്കുന്നയാളായിരുന്നു. തേജ് ചലന എന്ന് പറഞ്ഞാൽ സ്പീഡിൽ നടക്കുക, വേഗം നടക്കുകയാണ്, വളരെ വേഗം നടന്നുകൊണ്ടിരുന്നു. നട്ഖട്ട് ധീരെ ധീരെ. നട്ഖടാണെങ്കിലോ വളരെ സാവകാശം. അപ്പൊ തേജ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് ധീരെ അല്ലെ. തേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ധീരെ എന്ന് പറഞ്ഞാൽ സാവകാശം. ചട്ട്പട്ട് ബർഗത് തക് പഹുഞ്ച് ജാത്ത തബ് തക് നട്ഖട്ട് പോക്കർ തക് ഹി പഹുഞ്ച് ഹോത്ത. ചട്ട്പട്ട് പെട്ടെന്ന് നടന്ന് അരയാലിനടുത്ത് വരെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്? നട്ഖട്ട് കുളത്തിന്റെ സമീപം പോലും കഷ്ടിച്ചെത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചട്ട്പട്ട് ബാഗ് തക് പഹുഞ്ച് ജാത്ത തബ് തക് നട്ഖട്ട് ഖേത്ത് തക് ഹി പഹുഞ്ച് ഹോത്ത. ചട്ട്പട്ട് തോട്ടങ്ങളുടെ അടുത്ത് എത്തുമ്പോഴേക്കും നട്ഖട്ട് വയലുകളുടെ അടുത്ത് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. छटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंच होता. छटपट നദി വരെ എത്തുമ്പോഴേക്കും നട്ഖട്ട് തോട് വരെ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാം കി ഹിദായത്ത് थी कि छटपट को छोटे भाई का ध्यान रखना है. അമ്മയുടെ നിർദ്ദേശമുണ്ട് ഛട്ട്പട്ടിനോട്. എന്താണ്? छोटे भाई का ध्याൻ रखना है. നീ എപ്പോഴും ഇളയ സഹോദരനെ ശ്രദ്ധിച്ചോണം എന്ന് ഛട്ട്പട്ടിന് അമ്മയുടെ നിർദ്ദേശമുണ്ട്. നട്ഖട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹെ. എപ്പോഴും നീ നട്ഖട്ടിനെ, കുസൃതിയെ നിന്റെ കൂടെ തന്നെ കൊണ്ടു നടന്നോണം, സൂക്ഷിച്ചോണം എന്ന് അമ്മ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? രണ്ടു കുട്ടികളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് അല്ലെ. ഒരാള് പ്രകൃതിയെ ആസ്വദിച്ച് എല്ലാം കണ്ടും കേട്ടും പോകുന്നു, മറ്റേയാൾക്ക് എല്ലാത്തിനും ധൃതിയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ള ഒരു സ്വഭാവമേ ഉള്ളൂ. പ്രകൃതി ആസ്വദിക്കാനോ അല്ലെ ജീവജാലങ്ങളോ സസ്യങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ അവനില്ല. എല്ലാത്തിനും ധൃതിയാണ്. ഇനി നമുക്ക് മുമ്പോട്ട് വരാം. इसलिए छटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. उन्हें नटखट को पुकार कर जल्दी चलने के लिए कहना पड़ता. बार बार रुक कर नटखट का इंतजार करना पड़ता. कभी स्कूल जाने के लिए देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. छटपट परेशान हो जाता और घर लौटकर माम से शिकायत करता. माम, छोटा बहुत परेशान करता है. छोटा है ना, मां मुस्कुरा देती. और बड़े को तो छोटा का ध्यान रखना ही पड़ता है. ഇനി എന്തൊക്കെയാണ് പോകുന്ന വഴിക്കുള്ള രസകരമായ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. നോക്കൂ. इसलिए छटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. ഇളയതിനെ നോക്കിക്കോണമെന്ന് അമ്മയുടെ നിർദ്ദേശം ഉണ്ടല്ലേ. അതുകൊണ്ട് നമ്മുടെ വേഗത്തിന് എന്താ സംഭവിക്കുന്നത്? വേഗത്തിന് വേഗം മുമ്പോട്ട് നടന്നു പോയാലും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പീച്ചെ മുട്കർ ദേഖനാ പെട്ട, പുറകോട്ട് തിരിഞ്ഞ് നോക്കണം. കാരണം എന്താണ്? ഇളയാളിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലേ. ഉനെ നട്ഖട്ട് കോ പുകാർക്കർ ജൽദി ചലനേക്ക് ലിയെ കഹനാ പെട്ട. ഇടയ്ക്കിടയ്ക്ക് അവന് നട്ഖട്ടിനെ വിളിച്ച് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കാനായിട്ട് പറയേണ്ടി വരുന്നുണ്ടായിരുന്നു. ബാർ ബാർ രുക്കർ നട്ഖട്ട് കാ ഇന്തസാർ കർനാ പെട്ട. ഇടയ്ക്കിടയ്ക്ക് നടപ്പ് നിർത്തിയിട്ട് നിന്നുകൊണ്ട് കുസൃതിയെ അല്ലെങ്കിൽ നട്ഖട്ടിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ നേരം നിൽക്കേണ്ടതായിട്ട് വരുമായിരുന്നു. കഫി സ്കൂൾ ജാനേക്ക് ലിയെ देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. എങ്ങാനും സ്കൂളിൽ പോകാൻ അല്പം താമസിച്ചാല് എന്ത് സംഭവിക്കും? പോകുന്ന വഴിക്കും കുസൃതി എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ സാവകാശമേ നടക്കുകയുള്ളൂ അല്ലെ. എല്ലാം നോക്കിയും കണ്ടേ നടക്കുകയുള്ളൂ. അപ്പോ ചേട്ടൻ എന്ത് ചെയ്യും? വേഗം എന്താ ചെയ്യുന്നത്? വേഗം ഇവൻ ഇങ്ങനെ താമസിക്കാതിരിക്കാൻ ഇവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുമായിരുന്നു. കയ്യെ പിടിച്ചില്ലെങ്കിൽ ഇവൻ വീണ്ടും നിന്നു പോകും അല്ലെ. അപ്പൊ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടേണ്ടി വരുമായിരുന്നു ഇവൻ ഇടയ്ക്കിടയ്ക്ക്. അതാ പറയുന്നത്. കഭി സ്കൂൾ ജാനേക്കിലെ ദേരി ഹോത്തി ദേഖ്. എപ്പോഴെങ്കിലും സ്കൂളിൽ പോകാൻ താമസമുണ്ടായാൽ, ലേറ്റായി പോയാൽ നട്ഖട്ട് കാ ഹാത്ത് പകഡ്കർ, നട്ഖട്ടിന്റെ കൈ പിടിച്ചുകൊണ്ട് അപ്നെ സാത്ത് ദൗഡാനാഭിപ്പെട്ട, തന്റെ കൂടെ ഓടിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഓടില്ല അല്ലെ, ഇട്ടിട്ട് പോയാല്. ചട്ട്പട്ട് പരേശാൻ ഹോ ജാത്ത ഓർ ഘർ ലൗട്ട്കർ മാം സെ ശികായത് കർത്ത. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ വേഗത്തിന് ഭയങ്കര മടുപ്പ് തോന്നും, അവന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അല്ലെ. നമുക്കറിയാം ബാഗുണ്ട് തവളയില്, അതുപോലെ തന്നെ അവന് തന്നെ ഓടണം,
കൂട്ടത്തിൽ വേണം സഹോദരനെ കൂടെ കയ്യെ പിടിച്ചുകൊണ്ട് ഓടാൻ, അല്ലേ? പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവൻ എന്ത് ചെയ്യും? പരേശാൻ ഹോ ജാത്ത, ഇടയ്ക്കിടയ്ക്ക് വളരെ ബുദ്ധിമുട്ടിലാകും. ഘർ ലൗട്ട് കർ മാംസെ ശിക്കായത് കർത്ത, വീട്ടിൽ തിരികെ വരുമ്പോൾ അമ്മയോട് പരാതി പറയും. മാം ചോട്ട ബഹുത് പരേശാൻ കർത്താഹേ, അമ്മേ ഈ അനിയന് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ചോട്ടാഹേന മാ മുസ്കുരാദേത്തി, ചെറുതല്ലേ മോനെ എന്ന് പറഞ്ഞ് അമ്മ പുഞ്ചിരിക്കും. കുഞ്ഞല്ലേ മോനെ, അവനെ നോക്കേണ്ടത് നിന്റെ കടമയല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ പുഞ്ചിരിക്കും. ഓർ ബെടേ കോത്തോ ചോട്ടേക്കാ ധ്യാൻ രജ്ഞാഹി പെട്ടാഹേ, ആ മൂത്തവനായാൽ ഇളയവനെ ശ്രദ്ധിക്കണം, കാരണം അതവന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഓർ ബഡേ കോത്തോ ചോട്ടേക്കാ ധ്യാൻ രജ്ഞാഹി പെട്ടാഹേ മാം കെ ഇസ് കഥൻ സെ ആപ് ക്യാ സമജ്തേ ഹേ, മൂത്തയാള് ഇളയാളെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അമ്മയുടെ ഈ പറച്ചിലിനോട് അല്ലെങ്കിൽ അമ്മ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ചോദ്യത്തിന് എന്താ നമുക്ക് മനസ്സിലാകുന്നത്? ആ മൂത്തയാളിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഇളയാളിനെ നോക്കുക എന്നുള്ളത്, അല്ലേ? അത് അമ്മ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. അതല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇളയ കുട്ടികളെ നോക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അപകടമൊന്നും ഉണ്ടാകാതെ ഉത്തരവാദിത്വത്തോടെ നോക്കാൻ കടപ്പെട്ടവരാണ് മൂത്ത കുട്ടികൾ. ചോദ്യോത്തരങ്ങളെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരാം. छटपट छुंचला था पर कुछ कह न पाता, बड़ा था छोटे का ध्यान तो उसे रखना ही था, लेकिन उसे लगता कि नटखट कुछ ज्यादा ही नटखट है। रास्ता चलते रुककर होकर के पानी के अंदर की मछलियां और पानी के ऊपर की बतखें देखने लगता है। बरगद की ऊपर से नीचे आती जड़ें पकड़कर झूलने लगता है। खेत में घुसकर खाने की कोई चीज खोजने लगता है। बाग से गुजरने पर आम का या अमरूद तोड़ने लगता है, आम या अमरूद तोड़ने लगता है। नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है। नदी के पुल को जल्दी से पार करने की बजाय उसके मुंडेर से टिककर नीचे बहती नदी को निहारने लगता है. നമ്മുടെ കുസൃതി ചെറിയ കുസൃതികളൊന്നും അല്ല ഒപ്പിക്കുന്നത്, അല്ലേ? എന്തൊക്കെ കുസൃതികളാണ് അവൻ പോകുന്ന വഴിക്ക് ഒപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അമ്മ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ വേഗത്തിന് ദേഷ്യം വരും. വേഗം എന്ത് ചെയ്യും? ചട്പട്ട് ചുഞ്ചലാത്ത, നല്ല ദേഷ്യം സങ്കടമൊക്കെ വരും, അല്ലേ? ചുഞ്ചലാന എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ സങ്കടത്തോടെയും പിണങ്ങുന്നതിനാണ് ചുഞ്ചലാന എന്ന് പറയുന്നത്. അമ്മ പറയും ഇടയ്ക്കിടയ്ക്ക്, എന്താ പറയുന്നത്? മൂത്തവനല്ലേ നീ ഇളയവനെ നോക്കേണ്ടത് നിന്റെ കടമയാണെന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് പിണങ്ങിയിരിക്കും. पर कुछ कहना पाता, പക്ഷെ അവനൊന്നും മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ബെടാഥ, അവൻ മുതിർന്നവനായി പോയില്ലേ, മുതിർന്നവനാണ്. ചോട്ടക്ക ധ്യാൻ തോസെ രത്നാഹീത്ത, ഇളയാളിനെ ശ്രദ്ധിക്കണം അവൻ, അത് അവന്റെ കടമയാണ്. അതുകൊണ്ട് അവനൊന്നും പറയാൻ പറ്റില്ല. ലേക്കിൻ ഉസേ ലഗ്താ താ കി നട്കട്ട് കുച്ച് സ്യാദാ ഹി നട്കട്ട് ഹേ, പക്ഷെ ചില സമയം അവന് തോന്നും, എന്താണ്? നട്കട്ട് കുച്ച് സ്യാദാ ഹി നട്കട്ട് ഹേ, കുസൃതി കുറച്ച് കൂടുതൽ കുസൃതിയാണ്. എല്ലാ കുട്ടികൾക്കും കുസൃതിത്തരമൊക്കെ ഉണ്ടാകും, അല്ലെ? പക്ഷെ ചിലർക്ക് കൂടുതൽ കുസൃതിത്തരമുണ്ട്. അപ്പൊ ഇവന്റെ അനിയനും ഏകത്തിന്റെ അനിയനും കുറച്ച് കൂടുതൽ കുസൃതിയാണ് എന്ന് അവന് തോന്നുവാണ്. രാസ്ത ചലത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മച്ചിലിയാം അവർ പാനി കെ ഊപ്പർ കി ബതക്കേം ദേഖ്നെ ലഗ്താ ഹെ. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുസൃതിത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാസ്ത ചലത്തെ, പോകുന്ന വഴിക്ക്, രുക്കർ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? पोकर के पानी के अंदर की मछलियां और पानी के ऊपर की बेड़कें देखने लगता है. കുളത്തിൽ കിടക്കുന്ന മീനുകളെ നോക്കും. മീനുകളെ കുളത്തിലാണ് സാധാരണ വളർത്തുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ വളർത്തുന്ന മീനുകളൊക്കെ കാണും. പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒക്കെ കുളത്തിൽ വളർത്തുന്ന മീനുകളും ആ മീനുകളെയൊക്കെ ഇവൻ നോക്കി നിൽക്കും. അതുപോലെ പാനിക്ക് ഊപ്പർക്ക് ബെതക്കേം, അതുപോലെ താറാവിനെ വളർത്തുന്നവർ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് താറാവുകളെ വെള്ളത്തിലേക്ക് ഇറക്കി വിടാറുണ്ട്, അല്ലെ? അവ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നീന്തിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ആ വെള്ളത്തിന് മുകളിൽ കൂടെ നീന്തുന്ന താറാവുകളെ നോക്കി നിൽക്കും. വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി കുളത്തിലേക്ക് ഉള്ളിലേക്ക് എത്തി നോക്കി എന്ത് ചെയ്യും? അതിനുള്ളിലുള്ള മീനുകളെ നോക്കിക്കൊണ്ടിരിക്കും. ബർഗദക്ക് ഊപ്പർക്കെ നീറ്റയാത്തി ജടയും പോടുക്കർ ചൂടിനെ ലഗ്ത. ഇനി ആൽമരത്തിന്റെ ചവിട്ടിച്ചെന്നാലോ? അതിന്റെ മുകളിൽ നിന്നാണ് വേരുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്, അല്ലെ? ആൽമരം കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ നിങ്ങൾക്ക് പിന്നീട് ചിത്രങ്ങൾ കാണിക്കാം കേട്ടോ. ചിത്രങ്ങളില് എല്ലാത്തിന്റെയും ചിത്രങ്ങൾ തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ബർഗദക്ക് ഊപ്പർ സെ നീച്ചെ ആത്തി ജടയും പകട്കർ ചൂലിനെ ലഗ്താ ഹെ. ആലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകൾ പിടിച്ചവൻ ഊഞ്ഞാലാടാൻ തുടങ്ങും. ഖേത്ത് മേ ഖുസ്കർ ഖാനെ കി കോയി ചീസ് ഖോജനെ ലഗ്താ ഹെ. അതുപോലെ വയലുകൾ ഉണ്ടെങ്കിൽ അവിടെ കടന്ന് അവിടെ തിന്നാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. ഇപ്പം ഗോതമ്പിന്റെ അല്ലെ ചോളത്തിന്റെ ഒക്കെ വയലുകളാണെങ്കിൽ അവിടെ കടന്ന് ചോളം എല്ലാം പൊട്ടിച്ചെടുക്കാനുണ്ടോ എന്നൊക്കെ അവൻ അന്വേഷിക്കും.
അതാ ഉദ്ദേശിക്കുന്നത്. ഖേത്മേം ഖുസ്കർ, ഖുസ്ന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ്. അനുവാദമില്ലാതെ പ്രവേശിക്കുക എന്നാ. കാരണം എന്താണ്? പോകുന്ന വഴിക്ക് ഉള്ള വയലുകളും മറ്റുള്ളവരുടെ വയലുകളാണ് അല്ലെ. അവിടെ അവർ അനുവദിച്ചിട്ടാണോ കയറുന്നത്? കുട്ടികൾ ആരോടും അങ്ങനെ അനുവാദമൊന്നും ചോദിക്കാറില്ല. അത് കുട്ടികളുടെ ഒരു സ്വഭാവമാണ് അല്ലെ. അപ്പൊ ഇവനും അതുപോലെ ആ വയലുകളിൽ പ്രവേശിച്ച് ഖാനേക്ക് കോയി ചീസ് ഖോജിനെ ലക്തായത്, ഞാനുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കും. ബാഗസെ ഗുസറിനെ ആം യാ അമരൂദ് തോടിനെ ലക്താഹെ, ഇനി ഏതെങ്കിലും തോട്ടമൊക്കെ കാണുകയെന്ന് വെച്ചോ, പേരത്തോട്ടം മാവൻ തോട്ടം ഒക്കെ കാണുവാണെങ്കിൽ പേരയ്ക്ക ഉണ്ടോന്ന് നോക്കും, അല്ലെങ്കിൽ മാങ്ങ ഉണ്ടോന്ന് നോക്കും. ബാഗസെ ഗുസറിനെ തോട്ടങ്ങളുടെ സമീപത്തൂടെ പോവുകയാണെങ്കിൽ ആം യാ അമരൂദ് തോടിനെ ലക്താഹെ, മാങ്ങ അല്ലെങ്കിൽ പേരയ്ക്ക ഒക്കെ പറിച്ചെടുക്കാനായിട്ട് നോക്കും. नाले को उधर से इधर और इधर से उधर छलांग लगाकर പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഹെ. ഇനി ഒരു തോട് കടക്കാനുണ്ടെങ്കിൽ, പണ്ടുകാലത്തൊക്കെ തോട് എങ്ങനെയാണ് കിടക്കുന്നത്? പാലങ്ങളൊക്കെ കുറവാണ് അല്ലെ. ഇറങ്ങിയാണ് സാധാരണഗതിയിൽ തോട് കടന്നുകൊണ്ടിരുന്ന ഗ്രാമങ്ങളിലൊക്കെ. വലിയ വെള്ളമൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഇറങ്ങി കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇറങ്ങി കിടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നാലേക്കോ ഇധർസെ ഉദർ അവർ ഉദർസെ ഇധർ ചലാങ്ക് ലഗാകർ പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഹെ. വെറുതെ അവൻ ഇറങ്ങി പോവില്ല. രണ്ട് സൈഡിലും വെള്ളം കൈകാലിട്ടടിക്കും. വെള്ളത്തിൽ കൈയും കാലും ഇട്ടടിച്ച് വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് അവൻ അപ്പുറം കിടക്കുന്നത്. നാലേക്കോ ഇധർസെ ഉദർ, നാലേക്കോ ഇധർസെ ഉദർ അവർ ഉദർസെ ഇധർ തക് ചലാങ്ക് ലഗാകർ പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഹെ. ചലാങ്ക് മാറണ എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുക എന്നാണ്. അപ്പം വെള്ളത്തിലിറങ്ങി തുള്ളിച്ചാടിക്കൊണ്ടാണ് അക്കരെ കടക്കുന്നത്. അത് അവൻ എങ്ങനെയാണ്? ഒരു കളി പോലെയാണ് ആസ്വദിക്കുന്നത്. ഖേൽ ഖേൽനെ ലഗ്താ ഹെ. അപ്പൊ ഈ വെള്ളത്തിലിറങ്ങി അപ്പുറം കിടക്കുന്നത് അവനെ സംബന്ധിച്ച് തോട് അക്കരെ കിടക്കുക എന്നുള്ളതല്ല, അതൊരു കളിയായിട്ടാണ് അവന് തോന്നുന്നത്. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ करने की बजाय उसकी मुंडेर से टिक कर नीचे बहती नदी को निखारने लगता है. ഇനി നദികൾ വലുതായതുകൊണ്ട് അവയിൽ പാലങ്ങൾ കാണും അല്ലെ. അപ്പൊ പാലത്തിന് മുകളിൽ കൂടെ വേണം അക്കരെ കടക്കാൻ. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക് ബജായ, ആ പാലങ്ങൾ പെട്ടെന്ന് അക്കരെ കടക്കുന്നതിന് പകരം ഉസ്കി മുണ്ടേർ സെ ടിക് കർ നീച്ചെ ബഹത്തി നദിക്കോ നിഹാർനെ ലഗ്താ ഹെ, അതിന്റെ കൈവരിയിൽ ചെന്ന് പിടിച്ചു നിന്നുകൊണ്ട് എന്ത് ചെയ്യും? താഴെയോട്ട് നോക്കും. എന്നിട്ട് ഒഴുകുന്ന നദിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും. അപ്പൊ നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താ മനസ്സിലാകുന്നത്? നട്ഖണ്ടിന്റെ പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ആ നട്ഖണ്ട് ഒരു നല്ല പ്രകൃതി സ്നേഹിയായ കുട്ടിയാണ് അല്ലെ. അവനെല്ലാം പോകുന്ന വഴിക്ക് യാത്ര മാത്രമല്ല അവന്റെ ഉദ്ദേശം, പ്രകൃതിയെ അടുത്തറിഞ്ഞ് തൊട്ടറിഞ്ഞ് സ്നേഹിച്ച് പോവുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് അവന്റെ സന്തോഷങ്ങൾ. ചോദ്യം നോക്കിയേ. നട്ഖട്ട് കുച്ച് ജ്യാദാഹി നട്ഖട്ട് ഹെ ഐസാ ക്യോം കഹാ ഗയാ. നട്ഖട്ട് കുറച്ച് കൂടുതൽ കുസൃതിയാണ്, ഇങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റെവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആസ്വദിച്ച് പോയാൽ കുഴപ്പമില്ല. പക്ഷെ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേനും സമയം പോകും അല്ലെ. കൃത്യസമയത്ത് സ്കൂൾ തുടങ്ങില്ലേ. അപ്പൊ മൂത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ദേഷ്യം വരും. കൃത്യസമയത്ത് സ്കൂളിൽ എത്താൻ പറ്റാതെ വരും അല്ലെ. അതുകൊണ്ടാണ് അവൻ എന്ത് തോന്നുന്നത്? നട്ഖട്ട് കുച്ച് ജ്യാദാഹി നട്ഖട്ട് ഹെ, ഈ കുസൃതി കുറച്ച് കൂടുതൽ കുസൃതിയാണല്ലോ എന്ന് അവന് തോന്നുന്നത്. एक दिन तो नटखट ने हद ही कर दी. दोनों भाई स्कूल से लौट रहे थे. नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. नावें बह चली तो नटखट खुश होकर ताली बजाने लगा. ഇനി ഒരു ദിവസം എന്ത് സംഭവിച്ചു? एक दिन तो नटखट ने हद ही कर दी. ഒരു ദിവസം നട്ഖട്ട് കുസൃതി പരിധി ലംഘിച്ചു. ഹദ്ഹി കർണ എന്ന് പറഞ്ഞാൽ പരിധി ലംഘിച്ചു. എന്നും കുസൃതി ചെയ്യും, എന്നാൽ ഒരു ദിവസം ആ കുസൃതി പരിധി വിട്ടു എന്നാണ് നമ്മുടെ വേഗം പറയുന്നത്. എങ്ങനെയാണ് കുസൃതി പരിധി വിട്ടത്? ദോനോ ഭായി സ്കൂൾ സെ ലൗട്ട് രഹേത്തെ, രണ്ടുപേരും സ്കൂളിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. നദിക്ക പുൽ ആയ, വരുന്ന വഴിക്ക് നദി ഉണ്ടെന്ന് പറഞ്ഞ നേരത്തെ തന്നെ അല്ലേ. അപ്പൊ നദിയുടെ പാലത്തിലേക്ക് വന്നു. तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया. ആ പാലത്തിലേക്ക് കയറുന്നതിന് പകരം നദിയുടെ സൈഡിൽ കൂടെയുള്ള താഴോട്ടുള്ള വഴിയിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. അവർ നദി കിനാരെ ജാ പഹുഞ്ച, അവൻ എന്നിട്ട് നദിയുടെ തീരത്ത് ചെന്ന് എത്തിച്ചേർന്നു. ബസ്തേ മേം പഹലേ സെ ബനാക്കർ രഖി ഹുയി കാഗസ് കി 2 നാവേ നികാലി. സ്കൂളിൽ വെച്ച് തന്നെ അവൻ കടലാസ് കൊണ്ട് 2 വള്ളങ്ങൾ ഉണ്ടാക്കി ബാഗിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്തേ മേം പഹലേ സെ ബനാക്കർ രഖി, നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന
കാഗസ് കി ദോ നാവേ നികാലി, കടലാസിന്റെ രണ്ട് വള്ളങ്ങൾ അവൻ എടുത്തു. ഏക്ക് കർക്കെ ബഹത്തെ പാനി മേൻ ചോടുതി, ഓരോന്നോരോന്നായിട്ട് ഒഴുകുന്ന വെള്ളത്തിലേക്ക് അവൻ അതിനെ ഇട്ടു. നാവേം ബഹുചലി, വള്ളങ്ങൾ അങ്ങനെ ഒഴുകിപ്പോയി. तो नटखट कुछ होकर ताली बजाने लगा, नटखट സന്തോഷം കൊണ്ട് കൈ കൊട്ടുകയാണ്. ഉധർ പുൽപ്പർ പഹുഞ്ചു ചുകെ ചട്പട്ടിനെ പീച്ചെ മുൾക്കർ ദേഖ, അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ എവിടെ ചെന്നു? വേഗം എവിടെ ചെന്നായിരുന്നു? നദിയിലെ പാലത്തിന്റെ അക്കരെ ഏകദേശം കടക്കാറായി അല്ലേ? അക്കരെ കടക്കാറായപ്പോഴാണ് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത്. നോക്കുമ്പോൾ എന്താണ്? तो नटखट नहीं दिखा, നമ്മുടെ കുസൃതിയെ കാണുന്നില്ല. ചട്പട്ട് ഖബരാ ഗയാ कि नटखट कहाँ गया, വേഗം പേടിച്ചു പോയി, പരിഭ്രമിച്ചു പോയി. എന്താണ്? നമ്മുടെ കുസൃതി എവിടെ പോയി? താലി ബജനയ്ക്ക് ആവാസ് സുൻകർ നീച്ചതേക്ക, അപ്പോഴാണ് കൈ കൊട്ടുന്ന ഒച്ച കേൾക്കുന്നത്. ആ ഒച്ച കേട്ടോണ്ട് അവൻ താഴേക്ക് നോക്കുകയാണ്. തോ നട്ഖട്ട് നീച്ചെ നദി കിനാരെ ഖടാ ദിഖ, നോക്കുമ്പോ എന്താ കാണുന്നത്? കുസൃതി ഇതേ താഴെ പാലത്തിൽ കയറുന്നതിന് പകരം നദിയുടെ തീരത്തിതാ നിൽക്കുന്നു. ചട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സായ, നമ്മുടെ വേഗത്തിന് നല്ല ദേഷ്യമാണ് വന്നത്. എന്താണ്? നദിയിലെങ്ങാനും വീഴുവെല്ലാം ചെയ്തെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അപ്പൊ ഭയങ്കര ദേഷ്യം വന്നു. ജോർസെ ചില്ലാക്കർ പോലെ, ഭയങ്കര ശക്തിയായിട്ട് നിലവിളിക്കുന്നു അല്ലെ, അലറി വിളിച്ച് പറഞ്ഞു. അരേ ചോട്ടേ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, എടാ ചെറുക്ക, നീ അവിടെ താഴെ എന്തെടുക്കുകയാണ്? നട്ഖട്ടിനെ ചൗങ്കുക്കർ ഊപ്പർ ദേഖ, അപ്പോഴാണ് നട്ഖട്ട് പേടിച്ചു പോയത്. ഞാൻ ഇവിടെയാണല്ലോ നിൽക്കുന്നത്, ചേട്ടനാണല്ലോ വിളിക്കുന്നതെന്ന് ശബ്ദം കേട്ടപ്പോഴാണ് നട്ഖട്ടിന് ഓർമ്മ വന്നത്. അവൻ ഞെട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കുവാണ്. ചൗങ്കക്കർ ഊപ്പർ ദേഖ, ഒരു ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. ഒരു നദി കിനാരെ രേഖ അപ്പനാ ബസ്ത ഉടാനേക്കില്ലേ ചുക, എന്നിട്ട് ബാഗിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വള്ളം എടുത്ത് ഒഴുക്കാനായിട്ട് ബാഗ് താഴെ വെച്ചിരുന്നു അല്ലേ? അപ്പൊ ആ ബാഗ് എടുക്കാനായിട്ട് അവൻ കുനിയുവാണ്. നദി കിനാരെ രേഖ അപ്പനാ ബസ്ത ഉടാനേക്കില്ലേ ചുക, നദിയുടെ തീരത്ത് വെച്ചിരുന്ന അവന്റെ ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞു. അച്ചാനക് ഉസ്കാ പാവു ഫിസല, പെട്ടെന്ന് അവന്റെ കാല് തെന്നി. അവർ വഹു പാനിമേൻ ഗിർപ്പട, അവൻ ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്, നദിയിലെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. പാനിക്ക ബഹാവ് തേസ്ത, വെള്ളത്തിന്റെ ഒഴുക്ക് ഭയങ്കര സ്പീഡിലായിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. അവർ നട്ഖട്കോ തൈർനാനഹി ആഥാഥ, നിർഭാഗ്യം എന്ന് പറയട്ടെ, നട്ഖട്ടിന് നീന്താനും അറിയത്തില്ല. ചോട്ടാ സാഹി തോധ, നീന്താൻ അറിയത്തില്ലാത്തതിന്റെ കാരണം എന്താ പറയുന്നത്? ചോട്ടാ സാഹി തോധ, അവൻ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ അവനെ ഇതുവരെ തോട്ടിൽ എന്ന് പറഞ്ഞ് നീന്താനൊന്നും അമ്മ സമ്മതിച്ചിട്ടില്ല, ചെറുതാണെന്നും പറഞ്ഞല്ലേ. അപ്പോൾ അവൻ ഇതുവരെ നീന്തലൊന്നും പഠിച്ചിട്ടില്ല. ചോട്ടാ സാഹി തോധ, ചെറുതല്ലേ അവൻ, അതുകൊണ്ട് ഇതുവരെ അവൻ നീന്തലൊന്നും പഠിച്ചിട്ടില്ല. ബഹുഗയ, നീന്തൽ പഠിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ഒഴുകിപ്പോയി. ഡൂബത്തെ ഉദാർത്തെ ദൂർ ജാനലക, അങ്ങനെ മുങ്ങിയും പൊങ്ങിയും അവൻ ദൂരേക്ക് പോകാൻ തുടങ്ങി. छटपट को तैरना आता था, उसने झट अपना बस्ता पेट से उतारकर पुल की मुंडर पर रखा और नदी में कूद पड़ा. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. छटपट को इतना गुस्सा आ रहा था कि नटखट को 2 चापट लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. പിന്നെ എന്താണ് സംഭവിച്ചത്? ചേട്ടൻ നോക്കുമ്പോൾ അനിയനെ കാണുന്നില്ലല്ലേ? വിളിച്ചപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അനിയൻ കാല് തെറ്റി തോട്ടിലേക്ക് നദിയിലേക്ക് വീഴുന്നത് അവൻ കണ്ടു. അപ്പൊ പെട്ടെന്ന് എന്താ ചെയ്തത്? അവന്റെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓടി വരികയാണ്. ചട്പട്കോ തയർന്ന ആഥാത്ത, കാരണം എന്താണ്? അവൻ മൂത്തവനാണ്, അവന് നീന്താൻ അറിയാം, അവനെ നീന്തല് പഠിപ്പിച്ചിട്ടുണ്ട്. उसने छट अपना बस्ता पेड़ से उतारकर पुल की मुंडेर पर रखा. അവൻ പെട്ടെന്ന് അവന്റെ ബാഗ് പുറത്തുനിന്ന് ഊരിയെടുത്ത് ആ പാലത്തിന്റെ കൈവരിയിലേക്ക് വെക്കുകയാണ്. അവർ നദിയുമേ കോട്പട, എന്നിട്ട് നദിയിലേക്ക് എടുത്തു ചാടുന്നു. കാരണം എന്താണ്? സ്വന്തം അനിയനാണ് ഒഴുകി പോകുന്നത് അല്ലേ? അവനെ നോക്കണമെന്ന് അമ്മ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നതുമാണ്. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया. കുറേ ദൂരം നീന്തിയതിനു ശേഷമാണ് അവന് കുസൃതിയെ പിടികിട്ടിയത്. और किनारे पर ले आया, ഒരു തരത്തിൽ അവനെ തീരത്തേക്ക് കൊണ്ടുവരുവാണ്. छटपट को इतना गुस्सा आ रहा था कि नटखट को 2 चापट लगाए. നമ്മുടെ ചട്പട്ടിന് ഇത്ര കണ്ട് ദേഷ്യം വന്നു. അതായത് ആ ദേഷ്യം കൂടുതൽ കാരണം കൊണ്ട് അവൻ എന്ത് ചെയ്തു? നട്ഖട്ട് കോ 2 ചാപട്ട് ലഗായെ, നട്ഖട്ടിനെ കയറ്റിക്കൊണ്ട് വന്നതേ
രണ്ടടി അങ്ങിട്ട് കൊടുക്കുകയാണ്. നമ്മളാണേലും ചെയ്തു പോകും അല്ലേ, നല്ല ദേഷ്യം വരികയല്ലേ. അപ്പൊ 2 തവണ 2 അടി അങ്ങിട്ട് കൊടുത്തു. ദോ ചാപട്ട് ലഗ എന്ന് പറഞ്ഞാൽ 2 അടി ഇട്ട് കൊടുത്തു എന്നാണ്. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷേ കുഞ്ഞവൻ എന്ത് ചെയ്തു? ഇളയവൻ എന്ത് സംഭവിച്ചു? അവന് ഇത്ര ഡരാ അവർ ഖബരായ ഹുവ, പേടിച്ചു പോയി, വെള്ളത്തിൽ വീണു. അപ്പൊ അവന് പേടി, അതുപോലെ പരിഭ്രമം. എന്താ കാരണം? നീന്തൽ അറിയത്തില്ലായിരുന്നു. ചേട്ടൻ ചാടിയില്ലായിരുന്നെങ്കിൽ അവന്റെ ജീവൻ തന്നെ പോകുമായിരുന്നു അല്ലേ. അപ്പൊ ആകെപ്പാടെ പേടിച്ചും പരിഭ്രമിച്ചും പോയി. ആ പേടിയും പരിഭ്രമവും ഒക്കെ കണ്ടപ്പോഴേക്കും ചോട്ടെ ഭായി പർ പ്യാർ ആകയാ, തല്ലും കൊടുത്തു അല്ലേ. അപ്പൊ അവന് ഇളയ സഹോദരനോട് ഒരു ഭയങ്കര കരുണ അല്ലെങ്കിൽ സ്നേഹം തോന്നുവാണ്. തല്ലിയല്ലോ, ഇവനാണെങ്കിൽ വെള്ളത്തിൽ വീണ് പേടിച്ചിരിക്കുകയാണ്, ഞാനാണ് ഇവനിട്ട് തല്ലും കൂടെ കൊടുത്തല്ലോ എന്നോർത്ത് ആ സഹോദരനോട് ഒരു ഭയങ്കര സ്നേഹം അവന് പെട്ടെന്നുണ്ടാവുകയാണ്. ഉസ്നെ നട്കട് കാ ഹാത്ത് പകടെ പകടെ ഉസ്കാ ബസ്ത ഉടായ. അവൻ എന്ത് ചെയ്തു? അവന്റെ ഇളയ കുസൃതിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് അവന്റെ ബാഗും എടുത്തു. അവർ പുൽ തക് പഹുഞ്ചാനെ വലി ചടായി ചട്നയിലക. ഇനി നദിയിലെ പാലത്തിലേക്ക് കയറണമെങ്കിൽ ഒരു ചെറിയ കയറ്റം കയറി വേണം അങ്ങോട്ട് കയറാൻ. അപ്പോ സഹോദരനെ കൊണ്ട് ബാഗ് പോലും എടുപ്പിക്കാതെ അവന്റെ ബാഗൊക്കെ എടുത്ത് തോളലിട്ട് കയ്യിൽ പിടിച്ച് ആ കയറ്റം കയറാൻ തുടങ്ങി. पुल पर पहुंचा ही था कि नटखट अचानक गला फाड़ कर रोने लगा. छटपट ने कहा, अब तो तुम बह जाने से भिज गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माम से मेरी शिकायत करोगे. ഇനി എന്താണ് സംഭവിച്ചത്? പുൽ पर पहुंचा ही था कि नटखट अचानक गला फाड़ कर रोने लगा. പാലത്തിൽ കയറിയതും എന്ത് സംഭവിച്ചു? നട്കട്ട് അച്ചാനക് ഗലാ ഫാഡ് കർ റോനെ ലഗ. നമ്മുടെ കുസൃതി പെട്ടെന്ന് തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഗലാ ഫാഡ് കർ റോന എന്ന് പറഞ്ഞാൽ വലിയ ഉച്ചത്തിൽ കരയുക എന്നാണ്. തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഛട്പട്നെ പോല. അപ്പൊ നമ്മുടെ വേഗം ചോദിച്ചു, അപ്പൊ തും ബഹുജാനെ സെ ബിജ് ഗയേ ഹോ ഫിർ ക്യോം രോ രഹേ ഹോ? നീ ഒഴുകി പോകുമായിരുന്നു, അപ്പൊ ആ ഒഴുകി പോകുന്നതിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ, ഇപ്പൊ പിന്നെ എന്തിനാണ് നീ കരയുന്നത്? രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കല്ലേ വേണ്ടിയത്, പിന്നെ എന്തിനാണ് കരയുന്നത്? നട്ഖട്നെ രോത്തെ കഹ. കുസൃതി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, തും ഘർ ജാക്കർ മാസേ മേരി ശിക്കായത് കരോഗേ. നീ വീട്ടിൽ പോയി അമ്മയോട് എന്നെ കുറിച്ച് പരാതി പറയല്ലേ. അത് പിന്നെ പറയാതിരിക്കുമല്ലേ, നമ്മളാണേലും പറയില്ലേ. അപ്പം ഇവൻ തന്നെ 2 അടി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇനി അമ്മയുടെ അച്ഛന്റെ മക വേറെ അടിയും കൂടെ അവന് കിട്ടും അല്ലേ. അത് ഓർത്തിട്ടാണ് അവൻ തൊണ്ട പൊട്ടുമാറ് കരയുന്നത്. അകർന്ന കരും തോ, ഞാൻ പറഞ്ഞില്ലെങ്കിലോ നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുകയാണ്. അകർന്ന കരും തോ, ഞാൻ പറയില്ല എന്ന് വെച്ചോ, പറയില്ല, പക്ഷേ നീ എനിക്ക് എന്ത് തരും? തോ എന്ന് പറഞ്ഞാൽ എനിക്ക് പകരം എന്ത് തരും? തോ ജോ കഹോ, അവൻ ഉത്തരം പറയണം. നീ എന്ത് ചോദിച്ചോ, ചോദിക്കുന്ന എന്ത് ഞാൻ തരാം. നട്ഖട്കാരോ നാ ബന്ധു പോവുക. അങ്ങനെ കുസൃതി കരച്ചിൽ നിർത്തി. ഉച്ചേ കാഗസ് കി നാവ് ബനാന നഹി ആത്താ തും സിഖാ ദോഗേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? എനിക്ക് കടലാസ് വള്ളങ്ങൾ ഉണ്ടാക്കാൻ അറിയത്തില്ല. കാരണം എന്താണ്? അവൻ വേഗത്തിന്റെ ആളാണല്ലേ, എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യുന്നയാളാണ്. അവൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് അവൻ ഇതുവരെ അതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അതിനോടൊക്കെ ഒരു താല്പര്യം തോന്നുന്നത്. അപ്പൊ ചോദിക്കുകയാണ്, എനിക്ക് കടലാസ് വെള്ളം ഉണ്ടാക്കാൻ അറിയത്തില്ല, നീ എന്നെ പഠിപ്പിക്കുവോ? ഉസ്മയ്ക്ക് ആഹേ. അവൻ പറയണം, അതിനിപ്പോ എന്താ? നട്കട്ട് ഖുഷ് ഹോക്കർ പോല. കുസൃതിക്ക് സന്തോഷമായി. അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, पर मुझसे तैरना नहीं आता तुम सिखा दोगे. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് നീന്താൻ അറിയത്തില്ല. നീന്താൻ അറിയാമായിരുന്നെങ്കിൽ നദിയിൽ വീണപ്പോൾ അവൻ തന്നെ കയറി വന്നേനെ അല്ലേ. മുച്ചി തൈർന നഹി ആത്ത തും സിഖാ ദോഗേ. എനിക്ക് നീന്താൻ അറിയില്ല, നീ പഠിപ്പിക്കുവോ? ഉസ്മയ്ക്കാഹേ. അതിനെന്താ എന്നും മൂത്തവനും മറുപടി പറയാണ്. ഛട്പട്നെ മുസ്കുരാത്തെ ഹുയെ നട്ഖട്ടെ ശബ്ദവും കി നക്കൽ കി. അവൻ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇളയവൻ പറയുന്നത് പോലെ അവന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് പറയുകയാണ്. അർദോനും ഭായി ഹസ്പടെ, രണ്ടുപേരും എന്നിട്ട് ചിരിക്കുന്നു. ലേക്കിൻ ഛട്പട്നെ നട്ഖട് കാ ബസ്ത और उसे पकड़ाकर पुल की मुंडर पर से अपना बस्ता उड़ाया. അപ്പോഴേക്കും അവര് നദിയുടെ മുകളിൽ പാലത്തെങ്കിൽ വന്നായിരുന്നല്ലേ. അപ്പൊ എന്ത് ചെയ്തു? കുസൃതി വേഗം എന്ത് ചെയ്തു? വേഗമാണ് ഇത്രയും സമയം കുസൃതിയുടെ ബാഗ് പിടിച്ചിരുന്നത് അല്ലെ. അപ്പൊ കുസൃതിയുടെ ബാഗ് കുസൃതിയുടെ തന്നെ തോളിലേക്ക് ഇട്ടിട്ട് വേഗം എന്ത് ചെയ്യുകയാണ്? ഛട്പട്നെ നട്ഖട് കാ ബസ്ത ഉസെ പകടാക്കർ. നട്ഖടിന്റെ ബാഗ് അവനെ തന്നെ പിടിപ്പിച്ചുകൊണ്ട് പുൽക്കി മുണ്ടേർസെ, തോട്ടിലേക്ക് നദിയിലേക്ക് ചാടുന്നതിന് മുന്നേ തന്നെ അതിന്റെ കൈവരിയില് ഛട്പട് അവന്റെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ പാലത്തിന്റെ കൈവരിയിൽ നിന്ന് അപ്നാ ബസ്ത ഉടായ അവന്റെ ബാഗ് എടുത്തു. തോ ഏകദം ചിന്തു ഹോക്കർ പോല. അങ്ങനെ ബാഗ് എടുത്തിട്ട് വളരെ വിഷമത്തോടെ കൂടി പറയുകയാണ്. എന്താ പറഞ്ഞത്?
अरे छोटे, हम दोनों के कपड़े भीग गए हैं, हमें भीगे कपड़ों में देख माँ पूछेंगी तो क्या कहेंगे? हाँ बड़े, अब नटखट ने एक पल सोचा और बोला, आओ दौड़ लगाते हैं, कपड़े अपने आप सूख जाएंगे। हाँ यह ठीक है, छटपट ने अपना बस्ता पेट पर टांगते हुए कहा. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കിയേ. അരേ ചോട്ടെ ഹം ദോനോക്കെ കപ്പടെ ഭീഗുകയെ. അപ്പോഴാണ് ഓർക്കുന്നത്, നദിയിൽ രണ്ടുപേരും ഇറങ്ങി അല്ലേ. ഒരാള് വീണുപോയി, മറ്റേയാള് അയാളെ രക്ഷിക്കാനും ഇറങ്ങി. ഇപ്പൊ രണ്ടുപേർക്ക് എന്താ സംഭവിച്ചത്? രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുകയാണ് അല്ലെ. സ്കൂളിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനഞ്ഞു. ഹരേ ചോട്ടെ ഹം ദോനോക്കെ കപ്പടെ ഭീഗുകയെ. എടാ അനിയ, നമ്മുടെ രണ്ടുപേരുടെ വസ്ത്രങ്ങൾ നനഞ്ഞു പോയല്ലോ. ഹമേം ഭീഗെ കപ്പടോമേം ദേഖ് മാം പൂച്ചേകി. നമ്മളെ ഈ നനഞ്ഞ വസ്ത്രങ്ങൾ കാണുമ്പോ അമ്മ തീർച്ചയായിട്ടും ചോദിക്കും, തോ ക്യാ കഹേങ്കെ. അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും? ഹാം ബെടെ അബ്. ആ ശരിയാണല്ലോ ചേട്ടാ, നീ എന്ത് ചെയ്യും? നട്ട്ഖട്ടിനെ ഏക്ക് പൽ സോച്ച. കുസൃതി ഒരു നിമിഷം ചിന്തിക്കുകയാണ്. ഓർ ബോല, എന്നിട്ട് പറയുന്നു, ആവോ ദൗഡിലകാത്തേ. എനിക്കൊരു വിദ്യ ഉണ്ട്. എന്താണ്? നമുക്ക് രണ്ടുപേർ കൂടെ ഓടാം. കപ്പടെ അപ്പനെ സൂക്ക് ജായെങ്കിൽ, അങ്ങനെ ഓടുമ്പോള് വസ്ത്രങ്ങൾ തന്നെത്താൻ ഉണങ്ങിക്കോളും. ഹാ എഹിട്ടിക്കേ. ആ ഇത് ശരിയാണല്ലോ. ഛട്പട്ടിനെ അപ്പന ബസ്ത പീഠ് പർ ടാങ്കത്തെ ഹുയേ കഹ. ഛട്പട്ട് അവന്റെ ബാഗ് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഇളയാൾക്കാണ് കൂടുതൽ പ്രായോഗിക ബുദ്ധി ഉള്ളത് അല്ലെ. 2 വയസ്സിന് മൂത്തയാളാണ് മറ്റേയാളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളത് ഇളയാൾക്കാണ് അല്ലെ. വസ്ത്രം ഉണങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ മൂത്തവൻ അറിയില്ല ഇത് എങ്ങനെ ഉണങ്ങുമെന്ന്. പക്ഷെ ഇളയാള് പറഞ്ഞാണ്ടോ, നമുക്ക് രണ്ടുപേർ കൂടെ ഓടാം. ഓടുമ്പോള് കാറ്റേറ്റ് ഈ വസ്ത്രങ്ങള്, അല്ലെങ്കിൽ കാറ്റും വെയിലുമേറ്റ് ഈ വസ്ത്രങ്ങൾ പെട്ടെന്ന് ഉണങ്ങും. ഈ ബുദ്ധി അല്ലെങ്കിൽ ഈ പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളത് ഇളയാളിനാണ്. नटखट ने भी अपना बस्ता पीठ पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, 1 2 3. दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരോട് എന്താ ചെയ്തെന്ന് നോക്കാം നമുക്ക്. നട്ട്ഖട്ട് ने भी अपना बस्ता पीठ पर टांग लिया. അനിയനും എന്ത് ചെയ്തു? അവന്റെ ബാഗ് എടുത്ത് തോളിലേക്ക് തൂക്കിയിട്ടു. और छटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला. എന്നിട്ട് രണ്ടുപേരും ഓട്ടം തുടങ്ങാം എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഓട്ട മത്സരത്തിനൊക്കെ കുട്ടികൾ നിൽക്കുന്നല്ലേ, ഇങ്ങനെ കുനിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുകയാണ് വിസിൽ കേൾക്കാനായിട്ട് അല്ലേ. 1 2 3 എന്ന് പറയേ ചാടി ഓടാൻ തുടങ്ങും അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവരും ഓട്ട മത്സരത്തിൽ നിൽക്കുന്ന പോലെ രണ്ടുപേരുടെ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഛട്പട്ട് കെ ബരാബർ ഖടേ ഹോക്കർ. അവൻ അനിയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ്. എന്നിട്ടോ ദൗഡ് ശുരു കർണേക്ക് അന്താസിനെ പോലെ ഓട്ടം ഇപ്പം തുടങ്ങാം എന്നുള്ള മട്ടിൽ പറയാണ്. 1 2 3. നമ്മൾ പറയുന്ന 1 2 3. ദോനോ ദൗഡ് പടേ. രണ്ടുപേരും ഓടാൻ തുടങ്ങി. ആകെ പീച്ചെ നഹി, ഏക് ദൂസരേക്ക് ഹാത്ത് പകടെ സാത്ത് സാത്ത്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഓട്ടത്തിന്. എന്താണ്? മുമ്പൊക്കെ പോയിക്കൊണ്ടിരുന്ന പോലെ നട്ട്ഖട്ട് മുമ്പിലും ഛട്പട്ട് മുമ്പിലും നട്ട്ഖട്ട് പുറകിലുമായിട്ടല്ല. പിന്നെയോ ഈ ആകെ പീച്ചെ നഹി, മുമ്പിലും പുറകിലുമായിട്ടല്ല. ഏക് ദൂസരേക്ക് ഹാത്ത് പകടെ സാത്ത് സാത്ത്. രണ്ടുപേരും കൈകൾ പിടിച്ചുകൊണ്ട് ഒന്നിച്ചൊന്നിച്ചാണ് ഓടുന്നത്. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്. കപ്പടെ സുഖാനെ के लिए दोनों भाइयों ने एक उपाय किया और क्या क्या उपाय हो सकता है. തുണികൾ ഉണക്കുന്നതിന് രണ്ട് സഹോദരന്മാരും ഒരു ഉപായം കണ്ടുപിടിച്ചു. ഓടിയാൽ മതിയെന്നല്ലേ. അവർ क्या क्या उपाय हो सकता है. മറ്റെന്തൊക്കെ ഉപായങ്ങളാണ് ഉള്ളത്? നിങ്ങൾക്കറിയാമല്ലോ മറ്റെന്തൊക്കെ ഉപായങ്ങളാണ് ഉള്ളതെന്ന്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ചെയ്യാം. അടുത്ത ഭാഗത്തേക്ക് വരാം. സർദിയാം അഭി ശുരു നഹി ഹുയി थी, मौसम साफ था, छटकीली धूप निकली हुई थी. दोनों भाई मस्से में दौड़ते चले गए. नाला पार किया, बाग पार किया, खेत पार किया, बरगद को भी पीछे छोड़ दिया. लेकिन पोखर तक पहुंचते पहुंचते दोनों थक गए और रुक गए. സർദിയാം അഭി ശുരു നഹി ഹുയി ഥി എന്ന് പറഞ്ഞ എന്താണ്? തണുപ്പുകാലം ഇതുവരെയും തുടങ്ങിയിട്ടില്ലായിരുന്നു. മൗസം സാഫ്ത. വേനൽക്കാലം കഴിഞ്ഞ് തണുപ്പുകാലം തുടങ്ങിയിട്ടില്ലായിരുന്നു. കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. മൗസം സാഫ്ത എന്ന് പറഞ്ഞ എന്താണ്? കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. ചക്കീലി ധൂപ് നിഗിലി ഹുയി ഥി. ഇവരുടെ ഭാഗ്യം എന്ന് പറയാം, നല്ല തിളക്കമുള്ള വെയില് ഉണ്ടായിരുന്നു. വെയില് തുടങ്ങിയിരുന്ന സമയമാണ്. ദോനും ഭായി മസ്സേമേൻ ദൗഡത്തെ ചലെ ഗേ. രണ്ടുപേരും വളരെ രസത്തോടുകൂടി ഓടുകയാണ്, വളരെ ആവേശത്തോടുകൂടി ഓടുന്നു. നാലാ പാർക്കിയ, ബാഗ് പാർക്കിയ, ഖേത്ത് പാർക്കിയ, ബർഗത് തോഹി പീച്ചെ ചൂടുതിയ. അവർ പോകുന്ന വഴിക്ക് എന്നും കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ.
പക്ഷെ ഇതൊക്കെ എന്നും അനിയനെ കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതൊക്കെ ചേട്ടനും കൂടെ കാണുകയാണ്. കാരണം എന്താണ്, രണ്ടുപേരും ഒരേ സ്പീഡിലാണ് ഇന്ന് പോകുന്നത്. നാല പാർക്കിയ തോട് കടന്നു, ബാഗ് പാർക്കിയ തോട്ടങ്ങൾ കടന്നു, ഖേത്ത് പാർക്കിയ വയലുകൾ അക്കര കടന്നു, ബർഗുദുക്കോ ഹി പീച്ചെ ചോടുതിയ അരയാലും അപ്പുറം കടന്നു. ലേക്കിൻ പോക്കർ തക് പഹുഞ്ചത്തെ പഹുഞ്ചത്തെ ദോനം തക്കുകയെ. പക്ഷെ കുളത്തിനടുത്തെത്തിയപ്പോഴേക്കും രണ്ടുപേരും ഓടി ഓടി മടുത്തു. രുക്കുകയെ, അതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്നു. കപ്പടെ സൂക്കുകയെ ചോട്ടെ छटपट ने हाँफते हुए लेकिन खुश होते हुए कहा, हाँ बेटे वाकई कपड़े तो सूख गए. नटखट ने भी खुश होकर कहा. അവിടെ നിന്നും അടുത്ത് നിന്നിട്ട് എന്താ പറയുന്നത്, കപ്പടെ സൂക്കുകയെ ചോട്ടെ, ആ എടാ അനിയ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളെ വസ്ത്രങ്ങൾ രണ്ടുപേരുടെ ഉണങ്ങിയല്ലോ. ചട്പട്ടിനെ ഹാഫ്തേ ഹുയെ ലേക്കിൻ ഖുഷ് ഹോക്കർ കഹ. ഓടിയന്റെ ഒരു കിതപ്പുണ്ട്. അപ്പൊ ഓട്ടത്തിന്റെ ആ കിതപ്പ് അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് കിതച്ചുകൊണ്ട് ഒപ്പം തന്നെ സന്തോഷം. കാരണം എന്താണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേർക്കും തല്ല് കിട്ടും വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെ, വസ്ത്രം നനഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ. അനിയനെ ശ്രദ്ധിക്കാത്തതിന് ചേട്ടനിട്ടും കിട്ടും, തോട്ടിൽ ചാടിയതിന് അനിയനിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ഹാ ബെടേ വാക്കൈ കപ്പടെ തോ സൂക്കുകയെ. ആ ശരിയാ ചേട്ടാ, സത്യമായും വസ്ത്രങ്ങൾ ഉണങ്ങി. വാക്കൈ എന്ന് പറഞ്ഞാൽ സത്യമായും നമ്മൾ പറയല്ലേ മലയാളത്തിൽ, വാക്കൈ കപ്പടെ തോ സൂക്കുകയെ, സത്യമായും നമ്മുടെ തുണികൾ ഉണങ്ങിയല്ലോ. നട്ഖട്ട് ने भी खुश होकर कहा. നട്ഖടും വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. तभी नटखट को पोखर किनारे एक चिकनी गिट्टी दिखाई पड़ी. नटखट ने उसे उड़ा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. देखा देखी छटपट ने भी एक गिट्टी उड़ाकर फेंक दी, लेकिन उसकी गिट्टी एकदम पानी में मुडुक हो गई. बेटे तुमको गिट्टी पैराना नहीं आता? हाँ छोटे तुम सिखा सकते हो. ഇവിടെ വളരെ രസകരമായ കാര്യം, കുളത്തിന്റെ അടുത്ത് നിന്ന് നിൽക്കുകയാണ് രണ്ടുപേരും മടുത്തിട്ടല്ലേ. അവിടെ നിന്നപ്പോൾ എന്ത് ചെയ്തു, തഭി നട്ഖട്ട് കോ പോഖർ കിനാരേക്ക് ചിക്കനി ഗിട്ടി ദിക്കായി പടി. കുസൃതിക്ക് പെട്ടെന്ന് കണ്ണിൽ പെട്ടു. എന്താ കണ്ണിൽ പെട്ടത്, ആ കുളത്തിന്റെ സമീപം, കുളത്തിന്റെ അടുത്തായിട്ട് ഒരു നല്ല മിനുസമുള്ള ചെറിയ കല്ല് കാണുകയാണ്. ഗിട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലിനാണ് ഗിട്ടി എന്ന് പറയുന്നത്. ഗിട്ടി ദിക്കായി പടി, അവൻ അത് കണ്ടു. നട്ഖട്ടിനെ ഉസെ ഉടായ, അവൻ ആ ചെറിയ കല്ലെടുത്തു. और तिरछे होकर उसे इस तरह फेंका कि गिड्डी पानी की सतह पर उछलती हुई दूर तक चली गई. അവന് ഒരൊറ്റ തിരിവ്, അതായത് എറിയാനായിട്ട് തിരിയുന്നതിനാണ് തിർച്ചാഹോന എന്ന് പറയുന്നത്. തിരിഞ്ഞുകൊണ്ട് എറിയാനായിട്ട് ഇങ്ങനെ സൈഡ് തിരിയല്ലേ, അങ്ങനെ തിരിഞ്ഞുകൊണ്ട് ഈ തരഹ് ഫേങ്ക, ആ കല്ലിനെ ഇങ്ങനെയാണ് എറിഞ്ഞത്. ഗിട്ടി പാനിക്ക് സതഹ് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി. അതായത് ആ ചെറിയ കല്ല് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് അടിച്ചിട്ട് അത് താഴേക്ക് താഴ്ന്നു പോവുകയല്ല ചെയ്തത്, പിന്നെയോ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി. അത് അവിടുന്ന് വീണ്ടും പൊങ്ങിച്ചാടി ദൂരേക്ക് പോയി. എന്ന് പറഞ്ഞാൽ അവൻ എറിഞ്ഞ കല്ല് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് കൊണ്ടിട്ട് തെറിച്ച് അക്കരയ്ക്കാണ് പോയത്. അല്ല, അതായത് വെള്ളത്തിലേക്ക് താന്നു പോയില്ല. സാധാരണഗതിയിൽ നമ്മൾ വെള്ളത്തിൽ കല്ലിട്ടാല് എന്താ സംഭവിക്കുന്നത്, കല്ല് അന്നേരം വെള്ളത്തിലേക്ക് താന്നു പോകും അല്ലെ, കല്ലിന് ഭാരക്കൂടുതലുള്ളതുകൊണ്ട്. പക്ഷെ ഇവൻ ഒരു പ്രത്യേക രീതിയിലാണ് ആ കല്ല് തെരഞ്ഞെടുത്തതും കല്ല് എറിഞ്ഞതും. ആ കല്ല് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് തെറിച്ച് കൊണ്ടിട്ട് താന്നു പോകുന്നതിന് പകരം അത് തെറിച്ച് ദൂരേക്ക് പോവുകയാണ് ചെയ്തത്. ഗിട്ടി പാനിക്ക് സതഹ് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി. കല്ല് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ചെന്നിട്ട് തുള്ളിച്ചാടിക്കൊണ്ടെന്നാണ് പറയുന്നത്. ഉച്ചലന എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുക എന്നാണ്. ഇവിടെ നമുക്ക് ചാടുക എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ചാടിത്തെറിച്ച് അല്ലെങ്കിൽ തെറിച്ച് ദൂർ തക് ചലി ഗയി, ദൂരേക്ക് പോയി. ദേഖാ ദേഖി ചട്പട്നെ ഭീക്ക് ഗിട്ടി ഉടാക്കർ ഫേങ്കി. ഇത് അനിയൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോഴേ ചേട്ടന് ഒരു ആഗ്രഹം. ചട്പട്നെ ഭീക്ക് ഗിട്ടി ഉടാക്കർ ഫേങ്കി, അവനും ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനിമേം ഗുഡുക് ഹോ ഗയി. പക്ഷെ അവൻ എറിഞ്ഞ കല്ല് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അപ്രത്യക്ഷമായി. അപ്പൊ അവൻ ഏതുതരം കല്ലായിരിക്കും എറിഞ്ഞത്? അവൻ ഭാരമുള്ള കല്ലായിരിക്കും എറിഞ്ഞത് അല്ലെ. ബേഡേ തുമ്കോ ഗിട്ടി പൈരാന നഹിയാത്ത. അയ്യേ ചേട്ടാ, നിനക്ക് കല്ലെറിയാനായിട്ട് അറിയത്തില്ലല്ലേ, വെള്ളത്തിൽ കല്ലെറിയാനായിട്ട് അറിയത്തില്ലല്ലേ. ഗിട്ടി പൈരാന എന്ന് പറഞ്ഞാല് കല്ല് വെള്ളത്തിൽ താന്നു പോകാതെ തെറിച്ചു പോകത്തക്ക രീതിയിൽ കല്ലെറിയുന്നതിനാണ് ഗിട്ടി പൈരാന എന്ന് പറയുന്നത്. തുമ്കോ ഗിട്ടി പൈരാന നഹിയാത്ത, നിനക്ക് കല്ലിങ്ങനെ എറിയാൻ അറിയത്തില്ലല്ലേ. ഹാ ചോട്ടെ തും സിക്കാ സക്തേ ഹോ. അതെ അനിയാ, നീ എന്നെ പഠിപ്പിക്കുവോ? क्यों नहीं, अभी लो. नटखट ने ध्यान से नीचे देखकर एक गिट्टी उड़ाई और छटपट को दिखाते हुए बोला, गिट्टी ऐसी लो जो ज्यादा भारी
और खुरदरी न हो, हल्की और चिकनी हो और उसे इस तरह फेंको. അപ്പൊ ചേട്ടനെ പഠിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? പ്രായോഗികമായിട്ടുള്ള അറിവ് കുസൃതിക്കാണ് കൂടുതൽ അല്ലേ വേഗത്തിനെ കഴിഞ്ഞും. കാരണം എന്താണ്? കുസൃതി എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തും ശ്രദ്ധിച്ചുമാണ് പോകുന്നത്. ഇനി എന്താ പറയുന്നത്? ക്യോം നഹി അഫീലോ, ഞാൻ ചേട്ടനെ പഠിപ്പിക്കാലോ, ഇപ്പൊ തന്നെ പറഞ്ഞു എടുത്തോളൂ എന്ന് പറയണം. അഫീലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ പഠിപ്പിക്കാലോ എന്നുള്ള അർത്ഥത്തില്ല കേട്ടോ. നട്ട്ഖട്ടിനെ ധ്യാൻ സെ നീച്ചെ ദേക്കർ ഏക്ക് ഗിട്ടി ഉഠായി. നട്ട്ഖട്ട് പെട്ടെന്ന് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി താഴേക്ക് നോക്കിയിട്ട് ഒരു ചെറിയ മിനുസമുള്ള കല്ലെടുക്കുകയാണ്. അവർ ചട്പട്ട് കോ ദിഖാത്തെ ഹുയെ പോലെ, അത് ചേട്ടനെ കാണിക്കുകയാണ്, വേഗത്തെ കാണിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഗിട്ടി ഐസി ലോ ജോ സ്യാദാ ഭാരി അവർ കുർദരി നഹോ. ചേട്ടാ, കല്ല് എങ്ങനെയുള്ളതാണ് എടുക്കേണ്ടത്? ഐസി ലോ ജോ സ്യാദാ ഭാരി അവർ കുർദരി നഹോ, ഖനം കൂടുതലുള്ളതും പരിപരുത്തതുമായ കല്ലുകൾ എടുക്കരുത്. ഗിട്ടി ഐസി ലോ ജോ സ്യാദാ ഭാരി അവർ കുർദരി നഹോ, കൂടുതൽ ഭാരമുള്ളതും പരിപരുത്തതുമായ കല്ലുകൾ ആയിരിക്കരുത്. ഹൽക്കി ഓർ ചിക്കിനി ഹോ, മറിച്ച് ഭാരം കുറഞ്ഞതും മിനുസമുള്ളതും ആയിരിക്കണം. ഓർ ഉസേ ഇസ് തരഹു ഫെങ്കോ, എന്ന് മാത്രമല്ല അതിനെ ഇങ്ങനെ എറിയണം. ചേട്ടൻ എറിഞ്ഞതുപോലെ നേരെ കൊണ്ടുപോയി കുളത്തിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എറിഞ്ഞാലേ അത് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് തൊട്ടിട്ട് തെറിച്ചു പോവുകയുള്ളൂ അല്ലേ. അതാണ് തിർച്ചി ഹോക്കർ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലേ. തിരിഞ്ഞ് ആ ഒരു തിരിവിനും ആ എയറിന്റെ ഫ്രീക്വൻസിക്കും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ഫ്രീക്വൻസിയിൽ എറിഞ്ഞാൽ മാത്രമേ കല്ലങ്ങനെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തൊട്ടിട്ട് തെറിച്ചു പോവുകയുള്ളൂ. അപ്പൊ അനിയൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഉസേ ഇസ് തരഹു ഫെങ്കോ, അതിനെ ഇങ്ങനെ എറിയണം എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ലേക്കിൻ അബ്തക് ചട്പട്ട് കാ ധ്യാൻ ബണ്ട് ചുകാത്ത, പക്ഷെ ഇപ്പം എന്താണ് സംഭവിച്ചത്? അനിയൻ കല്ലെടുത്ത് എറിയാൻ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ ശ്രദ്ധ എങ്ങോട്ടേക്ക് പോയി? അബ്തക് ചട്പട്ട് കാ ധ്യാൻ ബണ്ട് ചുകാത്ത, അപ്പോഴേക്കും വേഗത്തിന്റെ ശ്രദ്ധ മാറിപ്പോയിരുന്നു. കല്ലെറിയുന്ന കാര്യത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ മാറിപ്പോയി. വഹു പോക്കർക്കെ പാനി പർ തൈർത്തി ബെതക്കോങ്കോ ധ്യാൻ സെ ദേഖ് രഹാത്ത, ഇപ്പൊ അവൻ എന്ത് ചെയ്യാണ്? കുളത്തിലെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരുന്ന ആ താറാവുകളെ വളരെ ശ്രദ്ധയോടുകൂടി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? പ്രകൃതിയെ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വളരെ ആസ്വാദ്യകരമായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ആസ്വാദ്യകരമായിട്ട് തോന്നത്തില്ല. പക്ഷെ നമ്മൾ മനഃപൂർവ്വം അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഓരോ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ആസ്വാദ്യകരമായി അനുഭവപ്പെടാൻ തുടങ്ങും എന്നുള്ളതിന് തെളിവാണ് ഈ കുട്ടി താറാവുകളെ നോക്കി നിൽക്കുന്നത്. ഇത്രയും കാലം അവൻ സ്കൂളിൽ പോയിട്ടും ഇതുവരെയും അവൻ അങ്ങനെ താറാവുകളെ നോക്കി നിൽക്കാൻ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ അനിയന്റെ കൂടെ ഇന്ന് ആ കുളത്തെങ്കിൽ വന്ന് നിന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പം പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. പ്രകൃതിയിലെ കാര്യങ്ങളെ ആസ്വദിച്ചുകൊണ്ട് വേണം നമ്മൾ പുസ്തകങ്ങൾ പഠിക്കാൻ. അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ പ്രകൃതിയെ അടുത്തറിയുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും കൂട്ടുകാരോട് കൂട്ടുകൂടുകയും ഒക്കെ ചെയ്താലേ നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവുകയുള്ളൂ എന്ന ഒരു സന്ദേശമാണ് ഈ കഥ വഴി ലേഖകൻ നമുക്ക് തരുന്നത്. ഈ കുട്ടികളെ പാഠം ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകളുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ. हर दिन नए सपने हम संग